നിസ്സാരമായി കാണുന്ന കാര്യമാണ് ഭ്രൂണഹത്യ. ഇത് ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങളെ കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയാം. ചിലപ്പോൾ അതൊക്കെ വളരെ നേരത്തെ പ്രായത്തന്നെ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ പെടയുന്നത് കാണുമെന്ന് പറഞ്ഞു കേൾക്കും. അവയവങ്ങൾ മുറിച്ച് പുറത്തേക്കെടുത്ത് അതിനെ ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കുന്നത് എത്ര ക്രൂരമായ കാര്യം. ഇപ്പോൾ ചില ആൾക്കാർ പറയും 40 ദിവസത്തേലേ ആത്മാവ് വരുള്ളൂ, അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു നിർത്തിയത് എവിടെ വെച്ചാൽ അൽ അസ്ലു ഫി ഹംലിൽ മർഅ, അടിസ്ഥാനപരമായ ഒരു സ്ത്രീയുടെ ഗർഭം അന്നഹു ലാ യജൂസു ഇസ്ഖാത്ത്, അതിനെ ഒരിക്കലും അബോർട്ട് ചെയ്യാൻ പാടില്ല. ഫി ജമീഇ മറാഹിലിഹി, ആ കുട്ടിയുടെ ഏത് ഘട്ടത്തിലാണെങ്കിലും ഇല്ലാലി മുബററിൻ ശറഅ, മതപരമായ ഒരു ന്യായം വേണം. എന്താ മതപരമായ ന്യായം? ആ സ്ത്രീയുടെ ജീവൻ അപകടം വരും എന്ന ഘട്ടം, ആ ഗർഭം പൂർത്തിയായാൽ ആ ഉമ്മ മരിച്ചു പോകും എന്ന ഘട്ടമുണ്ടെങ്കിൽ അപ്പോഴും അതാര് പറയണം? ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലെ ആധികാരികമായി പറയാൻ പറ്റുന്ന ഡോക്ടറായിരിക്കും, അയാളെ വിശ്വസിക്കാൻ പറ്റും, 100% വിശ്വസിക്കാൻ പറ്റും. ഇനി ഒരാൾ പറഞ്ഞാൽ മതി, 1-2 ആളുകളുടെ അഭിപ്രായങ്ങൾ അതിൽ വ്യക്തമായി വേണം. ആലോചിച്ച് നോക്കുന്നത്. എന്നിട്ട് അങ്ങനെ സംഭവിച്ചു പോകുന്ന ആളുകൾ ആരെങ്കിലും ഇങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനും ഈ 2 മാസത്തെ നോമ്പ് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഭ്രൂണഹത്യ എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. എത്ര ഡോക്ടർമാർ, എത്ര ഹോസ്പിറ്റലിൽ ഇത് വളരെ ലാഘവത്വത്തോടുകൂടെ നിർവഹിച്ചു പോകുന്നു. ഒരു കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെന്നൊരു നിഗമനം, എത്രയോ സ്കാൻ ചെയ്തിട്ടും വൈകല്യങ്ങൾ കണ്ടെപ്പെടാത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. വൈകല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ആ ഉണ്ടെന്ന് പറയുന്നത് എത്രമാത്രം സ്വീകാര്യമാണ്. ഇനി ഉണ്ടെങ്കിൽ എന്താ സുഹൃത്തുക്കളെ, കുട്ടി ജീവിക്കൂലെന്നാണ്. ജീവിക്കേണ്ട, കുട്ടി സ്വാഭാവികമായി മരിച്ചു പോകട്ടെ. ഒരാളെ ജീവിക്കാനുള്ള അവകാശം, അയാൾക്ക് വൈകല്യമുള്ളത് കൊണ്ട് അയാൾ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? നമുക്കത് ഭാരമാകുമെന്നാണ്. അതൊരു പരീക്ഷണമായി ഏറ്റെടുക്കണ്ടേ സുഹൃത്തുക്കളെ? വളരെ നിസ്സാരമായിട്ടാണ് ഗർഭപാത്രങ്ങൾ വെച്ച് കുട്ടികളെ കൊലപ്പെടുത്തുന്നത്.